ലോകത്തെ മികച്ച ചലച്ചിത്രമേളകളിൽ ഒന്നാണ് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന ബെർലിനാൽ. ഈ ചലച്ചിത്രമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശസ്ത ഫിലിം മേക്കർ വിം വെൻഡേഴ്സ് ആണ് ഇത്തവണത്തെ കോമ്പറ്റീഷൻ ജൂറി പ്രസിഡന്റ്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന്റെയും ബെർലിനാലയുടെയും സകല ശോഭയും കെടുത്തിക്കളയുന്ന പ്രസ്താവന. We have to stay out of politics because if we made movies that are dedicatedly political, we enter the field of politics, but we are the counterweight to politics. കോമ്പറ്റീഷൻ ജൂറിയുടെ പ്രസ് മീറ്റ്. ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനെ ജർമ്മനി പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് വിം വെൻഡേഴ്സിന് നേരെ ഒരു ചോദ്യം ഉയരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സിനിമകൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയും, എന്നാൽ അത് രാഷ്ട്രീയമായ രീതിയിലല്ല. ഒരു സിനിമയും ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ചിന്താഗതി മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ വിം, വംശഹത്യകൾ നടക്കുന്ന വേറെയും നിരവധി യുദ്ധങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എന്നും കൂട്ടിച്ചേർത്തു. അതായത് ഗാസയെ പറ്റിയുള്ള സംസാരം വേണ്ട എന്ന് സാരം. ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് അത് പൂർത്തീകരിക്കാൻ അവസരം കിട്ടിയില്ല. പ്രസ് മീറ്റിന്റെ ലൈവ് സ്ട്രീമിംഗ് അപ്രതീക്ഷിതമായ ചില സാങ്കേതിക തകരാറുകൾ കാരണം തടസ്സപ്പെട്ടു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ബെർലിനാലെ ഇസ്രയേലിനെ വെള്ള പൂശുന്നു, ഗാസയെ പറ്റിയുള്ള ശബ്ദങ്ങളെ സെൻസർ ചെയ്യുന്നു എന്ന് ആരോപണം ഉയർന്നു. ആർട്ടിസ്റ്റുകൾ തങ്ങളുടേതായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചു. ബെർലിനാലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി അരുന്ധതി റോയ് പ്രഖ്യാപിച്ചു. മേളയുടെ ക്ലാസിക് വിഭാഗത്തിൽ അരുന്ധതിയുടെ ഇൻ വിച്ച് ആനി ഗീവ് ഇറ്റ് ദോസ് വൺസ് എന്ന ചിത്രം പ്രദർശിപ്പിക്കാനിരിക്കെയാണ് ഈ തീരുമാനം. പിന്നാലെ മറ്റു പലരും പ്രതിഷേധം അറിയിച്ചു. ഓസ്കാർ ജേതാക്കളായ ഹാബി ബർദേയും ടിൽഡ സ്വിൻഡൺ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ 80-ലധികം പ്രമുഖർ സംയുക്ത പ്രസ്താവന ഇറക്കി. ഗാസ വിഷയത്തിൽ ചലച്ചിത്രമേള പുലർത്തുന്ന മൗനത്തെ അവർ രൂക്ഷമായി വിമർശിച്ചു. പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ എതിർക്കുന്ന കലാകാരന്മാരെ സെൻസർ ചെയ്യുന്നതിൽ ചലച്ചിത്രമേളയ്ക്ക് പങ്കുണ്ടെന്നതിൽ തങ്ങൾ അങ്ങേയറ്റം നിരാശരാണെന്ന് അവർ പറഞ്ഞു. ദ വോയിസ് ഓഫ് ഹിന്ദ് റിജാബ് സിനിമയുടെ സംവിധായിക കൗദ ബെൻ ഹനിയ മേളയുടെ മോസ്റ്റ് വാല്യുബിൾ ഫിലിം പുരസ്കാരം സ്വീകരിക്കേണ്ട എന്ന നിലപാടെടുത്തു. So tonight I will not take this award home. ഇസ്രയേൽ സൈനികർ കൊലപ്പെടുത്തിയ 5 വയസ്സുകാരിയായ പലസ്തീൻ പെൺകുട്ടി ഹിന്ദ് റിജാബിന്റെ കഥയാണ് കൗദറിന്റെ സിനിമ സംസാരിച്ചത്. മനോഹരമായി വൈകാരികമായി അവർ തന്റെ നിലപാട് വേദിയിൽ വ്യക്തമാക്കി. ഈ രാത്രി ഞാൻ ഈ പുരസ്കാരം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഒരു ഓർമ്മപ്പെടുത്തലായി ഞാനിത് ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. വംശഹത്യയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിയമപരവും ധാർമ്മികവുമായ ഒരു ബാധ്യതയായി സമാധാനത്തെ കാണുന്ന ഒരു കാലം വരുമ്പോൾ ഞാനിത് തിരികെ വന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാം. കൗദർ ഇത് പറയുമ്പോൾ സദസ്സിൽ ഇസ്രയേൽ മുൻ ജനറൽ നോം തിബോണും ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ദ റോഡ് ബിറ്റ്വീൻ അസ് എന്ന ഡോക്യുമെന്ററിക്ക് പുരസ്കാരം വാങ്ങാൻ എത്തിയതാണ് തിബോൺ. ബെർലിനാലെ ഇസ്രയേലിന്റെ ഇമേജ് ലോണ്ടറിംഗ് വേദിയായി മാറുന്നു എന്ന ആരോപണത്തിന് അടിവരയിടാൻ ഈ സംഭവങ്ങളെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അത് ഈ വർഷം തുടങ്ങിയതല്ല എന്നുകൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം ബെർലിനാലെ വേദിയിൽ പലസ്തീൻ ജനതയുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി സംസാരിച്ച ചലച്ചിത്ര പ്രവർത്തകരെ മേളയിലെ മുതിർന്ന പ്രോഗ്രാമർമാർ കടുത്ത ഭാഷയിൽ ശാസിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ചിലർ പോലീസ് അന്വേഷണം നേരിട്ടതായും പറയപ്പെടുന്നു. ഇതെല്ലാം കലാകാരന്മാരുടെ തുറന്ന കത്തിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. US നിർമ്മിത തെർമോബാറിക് ആയുധങ്ങൾ ഉപയോഗിച്ച് ഗാസയിൽ ഇസ്രായേൽ സൈന്യം ജനങ്ങളെ ബാഷ്പീകരിക്കുമ്പോഴാണ് ഗാസ വെറും നയതന്ത്ര രാഷ്ട്രീയ വിഷയം മാത്രമായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അതായത് 3500°C മുകളിൽ താപത്തിൽ പലസ്തീനികൾ കുറച്ച് രക്തവും ഇറച്ചിത്തുണ്ടുകളുമായി മാറുമ്പോൾ ഈ സാഹചര്യത്തിൽ ഗാസയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കേണ്ടത് കലാകാരന്മാരുടെ കൂടി കടമയാണ്. ഇതിനു മുൻപ് ഇറാനിലെയും യുക്രൈനിലെയും ജനങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളിൽ ബെർലിനാലെ ഉൾപ്പെടെയുള്ള ചലച്ചിത്രമേളകൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അത് ആവർത്തിക്കാൻ മാത്രമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതിന് തടസ്സമാകുന്നത് എന്താണ്? ഭയമാണോ? ലോകമേ തറവാട് എന്ന് വിചാരിക്കേണ്ട ചലച്ചിത്രകാരന്മാരെ എന്താണ് പേടിപ്പിക്കുന്നത്? ട്രംപോ, നെതന്യാഹു, അതോ തങ്ങളും അപ്രത്യക്ഷരാകും എന്ന തോന്നലോ?